മച്ചാമാരെ നമ്മുടെ ബോട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ 3 സൈഡിലും ലീഫൊക്കെ കൊടുത്ത് നമ്മൾ ഫ്രണ്ട് കൊടുത്താൽ ഫ്രണ്ട് പോകും, ബാക്ക് കൊടുത്താൽ ബാക്ക് പോകും, സൈഡിൽ അതുപോലെ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലൂടെ ഓടിച്ചു നോക്കാം. മച്ചാമാരാക്കുന്ന ബോട്ട് അപ്പുറം ഇടണമെങ്കിൽ പക്ഷെ ചാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട അവിടെ ഇച്ചിരി അവിടെ നീ ഇറങ്ങിക്കോ. നമുക്ക് പോയി ഇവിടെ നമ്മുടെ ബോട്ട് എടുത്ത് അറിയാൻ പോണോ? ആയിക്കോട്ടേട്ടാ. അയ്യാ ചെളി കുടുങ്ങി നമ്മുടെ ചെരുപ്പുമായി നമ്മൾ അവിടെ ഇട്ടാ മതി. പറഞ്ഞല്ലേ ഇവിടെ തന്നെ ഇടാം. അയ്യോ 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 കുടി പോയി. അവരോടി ഇത് ബാഗ് അയ്യോ എടാ ഓഫായടാ ഊജിടാ ഊജി വെള്ളത്തിൽ കൊണ്ടുപോയി. എടാ മൂജിട്ട വർക്കാവുള്ളാട്ടാ. അപ്പൊ ഇനി എങ്ങനെ ഇത് വർക്കാവൂലേ? വെള്ളം കളഞ്ഞു തന്നെ വർക്കാവും. ഇറങ്ങി ഇറങ്ങി വേടുക്ക് വേടുക്ക്. ആ വോട്ട് പൂജിക ഗൈസ്, നമ്മുടെ വോട്ട് അങ്ങനെ അന്തരവ് പറഞ്ഞിരിക്കും. ചെരുപ്പ് പൂജൂട്ടാ. വോട്ട് അങ്ങനെ നമ്മുടെ അടുത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞ് കടന്നിരിക്കുന്നു. ഇട്ട് നോക്കിയാലോ? ഇട്ട് വെക്കാണല്ലേ ഗൈസ്. നമ്മുടെ ബോട്ട് നമ്മുടെ അടുത്ത് സലാം. നമ്മുടെ പക്ഷെ ഇത് രസമായിട്ട് പോയിക്കോടിതാണല്ലേ. നമുക്ക് വൈകിട്ടൊന്നുകൂടി ഞാൻ വൈകിട്ട് വെച്ചേ വൈകിട്ട് നമുക്ക് ഒന്നും കൂടി വീഡിയോ ആണല്ലേ. ആണോ? അതായത് നമ്മുടെ സൈക്കിൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു. അതെന്താ സാധനം കിടക്കണേ? വണ്ടിയാ? പോലീസുകാരൻ്റെ ഒരു മോഡൽ അതിൻ്റെ ഇടയിൽ. നന്ദി നമ്മൾ അറ്റംപ്റ്റ് കൊണ്ട് ഞാൻ കിണ്ണമായിരുന്നെങ്കിൽ ഫെയിലായി പോയി. നമുക്ക് ചെരുപ്പൊന്ന് കേൾക്കണം. ഒരു പോലീസുകാരുടെ ലുക്കായി തോന്നുന്നു അവിടെ. ആ അതെ 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 അതെ. ഒന്ന് വെച്ചിട്ട് നമ്മുടെ വിട്ടു ഞാൻ പോസ് ചെയ്യാം. നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ പോവുകയാണ്. കാർ എടുക്കുക. ചെരുപ്പ് കഴുകാനിട്ട് ഇവിടെ പൊട്ടല്ലേ എടുക്കടാ. ഞാൻ എടുക്കാം. നീ ഒന്ന് മാർക്ക്. ആ കാറിനെ തിരിച്ച് കയറ്റിലേക്ക് തന്നെ നോക്കാം. കാർ എടുക്കാൻ വേണ്ടി ഇറങ്ങാം. അല്ലെങ്കിൽ ബോട്ടിലിപ്പോ പിടിപ്പിക്കാറ് പോലീസ് ബോട്ടായോ? അങ്ങനെ ബോട്ടായിരുന്നു. നമുക്ക് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തോളാം. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാന് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ആസിഫ് വ്ലോഗ്സ്. നമുക്കിനി അറ്റംപ്റ്റ് 2 വൈകുന്നേരം വെച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് അറ്റംപ്റ്റ് 2 ആയിട്ട് വന്നേക്കാത്തത്. നമ്മുടെ ഇത് നമ്മൾ ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ബോട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി, നമ്മുടെ ബോട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, നമ്മുടെ ബോർഡ് എല്ലാ ക്ഷമ ഫെവിക്വിക്ക് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ വെയിറ്റ് ബാലൻസ് നമ്മൾ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അറ്റംപ്റ്റ് 2 ഓടിച്ച് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മുടെ അസ്ലാമാണ് അറ്റംപ്റ്റ് 2 ബോട്ട് ഇടാൻ പോകുന്നത്. തന്നെ ഇറങ്ങിയിട്ടെന്ന് എന്താടാ പാടുണ്ടാ? എറിയല്ലേട്ടാ വലിയ വക്കി. ആ കയറിക്കോ, പിടിച്ചോ. അതാണ് നമ്മുടെ ബോട്ട് ഗൈസ്. കണ്ടാ നമ്മുടെ ബോട്ടാണ് പോകുന്നത്. നമ്മുടെ കൺട്രോളർ നമ്മുടെ എപ്പോഴത്തെയും പോലെ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മുടെ മിട്ടു അവിടെ നിന്നാണ്
എല്ലാം ചെയ്യുന്നത്. കൂടെ ഒരു പായൽ വരുന്നുണ്ടല്ലോടാ. വേൾഡ്സിൽ സൂമേതാണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടാ നമ്മുടെ ബോട്ടിൽ വർക്ക് ചെയ്യണേ. അറ്റത്തേക്ക് ഒരുപാട് കൊണ്ടുപോകണ്ടോ ഓളെ അറ്റത്തേക്ക് ആവണ്ടിട്ടാ. പിന്നെ മൂഞ്ചിയാ ഫ്രണ്ട് പോട്ടെ. എടാ ബാക്കിൽ നിന്ന് വളക്കടാ. നമുക്ക് പതുക്കെ തോട്ടിലേക്ക് ഇറങ്ങിയാലോ? വേണ്ട ഇഷ്ടം നോക്കി നോക്കടാ. അവിടെ നീ കണ്ടാൽ എന്താ ഉള്ളതെന്ന്. ബാക്കിലൊരു പാമ്പ് പോലെ എന്തോ അല്ലേ. എടാ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചോ, കണ്ടേ നമുക്ക് തിരിച്ചു കയറ്റിയാ പോരെ. നീ ഇറങ്ങുവന്നോ എടുക്കാൻ? അടുക്കാൻ ഇറങ്ങിക്കോളാം. നീ കാണുമ്പോ ഇറങ്ങി ഓടാനല്ല. അല്ല ഇറങ്ങിക്കോളാം. വളക്കി ഇതേ നമ്മളെ ബോട്ടിന് ഇച്ചിരി സ്പീഡ് കുറവാണെങ്കിലും നല്ല ഒഴുക്കുള്ളടത്തൂടെ ആയിട്ട് ഇപ്പൊ കയറി പോണേ. ഇനി ഞാൻ ഓടിക്കട്ടെ. അപ്പൊ നമ്മളെ ഓടിക്കണ ആള് നമ്മളെ വിട്ടു തന്നെയാണ്. വിട്ടോ അപ്പൊ ഇനി കുറച്ച് നേരം കൺട്രോളിങ് നമ്മളെ അസ്ലമിന് കൊടുക്കാം. ഞാൻ അവിടെയൊക്കെ എത്തിച്ചിട്ട് നിനക്ക് തിരിച്ചു കല്ലിടിച്ചാ മൂഞ്ചൂട്ടാ. കല്ലൊക്കെ കടന്നു ഒഴുക്കിന്റെ എതിർ ദിശയിലോട്ട് നമ്മൾ പോയതുകൊണ്ട് സ്പീഡ് കുറഞ്ഞത്. കറക്റ്റായ ദിശയിലോട്ട് പോയപ്പോ എന്റെ അയ്യോ ഓട്ടെ മാറാൻ എനിക്കങ്ങനെ പോണം. ബോട്ട് ഓടിക്കാൻ നടക്കുന്നത് എന്റെ തന്നെ ഒഴിഞ്ഞു പോകും. അയ്യോ ബാക്ക് എടുക്കടാ. വളച്ചിടുക. നമുക്ക് ക്യാമറ കൈമാറ്റാം. കൺട്രോളാ കൺട്രോളറും നമ്മുടെ ബോട്ട് ഓടിക്കണം നമ്മുടെ അസ്ലമ കേട്ടോ. അവിടെ നിന്ന് ഇട്ടാനോ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ഓടിച്ചോണ്ട് പോ അസ്ലം. അതാണ് അസ്ലമിന്റെ ടാസ്ക്. ഇവിടെ ബോട്ടിന്റെ പവർ വെച്ചിട്ടോ. ബോട്ട് നല്ല സീനായിട്ട് പോണ്ട്. അടിപൊളിയായിട്ട് പോണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടൊക്കെ ഡ്രിഫ്റ്റ് അടിക്കും. ഡ്രിഫ്റ്റിംഗ് ബോട്ടാ. ഡ്രിഫ്റ്റ് ചെയ്ത ഇവിടെ ചാൻ ചെയ്യും. അവിടെ പുല്ലുണ്ട്. പ്രാവശ്യം നമ്മുടെ ബോട്ട് 15 ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റംപ്റ്റ് 1 ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് നമ്മൾ ചെയ്തത്. ഏതാണ്ട് ഇതാ ഒരു സ്ഥലത്ത് വെച്ചിട്ടാട്ടോ നമ്മുടെ ബോട്ട് മറിഞ്ഞത്. അവിടെ ചെങ്ങാണ്ട ബോട്ട് മറിഞ്ഞത്. അതെ ഞാൻ കാലുത്തെ പാട് അവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഫ്രണ്ടിൽ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബോട്ട് F1 ആയി മാറും. എടാ ഫ്രണ്ട് അസ്ലമിന്റെ ആഗ്രഹപ്രകാരം താങ്കൾ കൊണ്ടുപോയാണ്. ഞാൻ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ട് അവൻ തന്നെ കൊണ്ടുപോയോ. എടാ ഇങ്ങനെ കൊണ്ടുപോയി മച്ചാമാരെ അറ്റംപ്റ്റ് 2 സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബോട്ട് അറ്റംപ്റ്റ് 1 ഫെയിലായി.
ഇച്ചിരി പതുക്കെയാണ് നമ്മുടെ ബോട്ട് ഫ്രണ്ടിൽ കയറണമെങ്കിലും കയറുണ്ട്. ആൻറ്റിനുള്ളതുകൊണ്ട് ഇത്രയും ദൂരം നമുക്ക് സിഗ്നൽ കിട്ടും. ഏതാണ്ട് ഒരു 10 മീറ്ററൊക്കെ സിഗ്നൽ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ആൻറ്റിനെ സെറ്റാക്കിയിട്ടുണ്ട്. 10-20 മീറ്ററൊക്കെ. ഞാൻ 20 മീറ്റർ കഴിഞ്ഞിട്ട് റിമോട്ട് സ്വിച്ച് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ 20 കൂടുതൽ പോകുന്ന നോക്കായിരുന്നു. അപ്പോൾ അതെ നമുക്ക് ഓടിക്കാൻ വേണ്ടി നമ്മൾ പുല്ലി കുടിക്കാൻ പോയിട്ട് തിരിച്ച് കരയിലേക്ക് ഇട്ടേണ്ട് അല്ല വെള്ളത്തിലേക്ക് ഇട്ടേണ്ട്. ഞാൻ പിടിച്ച് ക്യാമറ പിടിച്ച് ഞാൻ ബോട്ട് ഓടിക്കില്ലേ നല്ലോണം ഓടിച്ചിട്ടാ ആഗ്രഹം അങ്ങനെയൊക്കെ നോക്കി പറയാനാണ്. ഓ ഇത് നമ്മൾ കണ്ടില്ല വായു ഇതിനെ കുടിക്കാട്ടോ റൈറ്റ് എടുക്കുക. ഇത് ഓ ഇങ്ങോട്ട് പോകുന്നവരും മച്ചാന്മാരെ ഒഴുക്ക് ഓടിക്കൊണ്ടിരിക്കട്ടാ വെള്ളത്തിൻ്റെ. ഏതായിക്കൂടെ കയറ്റും നമ്മൾ ഈ വഴിക്കൂടെ കയറ്റും. പോട്ടെ പോട്ടെ മൊബൈൽ കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ആ വെയിലെത്തിട്ടാണ് വെള്ളം ബോട്ട് കേരള അമേരിക്കനാണ് നമ്മുടെ ബോട്ടിൻ്റെ ബോട്ട് അവിടെ തന്നെ പിടിച്ചൊന്നുമിരിക്കട്ടോ ഒന്ന് വിട്ടാതെ തിരി റിവേഴ്സിട്ട് ഡ്രിഫ്റ്റ് അടിച്ച് വളക്കി ടോണ്ടോ അയ്യോ അയ്യേ ഇയാളെ മണ്ണരി എന്തൊക്കെയാ ബോട്ടി കയറ്റണേ. ലോഡ് വെച്ചതാ 50 കിലോ ലോഡ് മാക്സിമം. ബോട്ട് പോണ്ടിട്ടാ അവിടെ കിലോ അവിടെ എത്തിക്കുന്നു നോക്കാം. പ്ലീസ് ആയിരിക്കും വെച്ചോട്ടെ നമ്മൾ റിമോട്ട് ഒന്ന് കൈ. പക്ഷെ നമ്മൾ എനിക്ക് ആ ഫീൽഡിനാണ് മാറ്റിക്കുന്നില്ലേ ആ ബോട്ടിനെ തിരിച്ചുണ്ടോ. നമ്മുടെ ബോട്ട് മിസ്റ്റേക്കായിട്ട് ഓടുന്നത് ഡ്രിഫ്റ്റ് അടിച്ചിട്ടിരിക്കുക പുള്ളി. സ്പീഡിലാട്ടോ പോണ എടാ അങ്ങനെ തന്നെ കാണിച്ചാൽ ഒഴുകി പോവും. അങ്ങോട്ട് പോകുമ്പോൾ നല്ല പവറിനാട്ടോ പോണേ. ഇടിക്കണോട്ടാന്നറിഞ്ഞു അങ്ങോട്ട് എവിടെ ഓടുന്നത് ഇപ്പോഴും ഫുൾ പവർ തീർന്ന കേട്ടോ. രാവിലെ കുറേ നേരം നമ്മൾ ഓടിച്ച് കളിച്ച് എന്നിട്ട് ഇപ്പോഴും ഇതേപോലെ ഓടണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ ഓടിച്ച ബാറ്ററിക്ക് നല്ല പവറുണ്ട്. മൊബൈലിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് ബോട്ടിന് പവറൊക്കെ എടുത്തെങ്കിൽ സാംസങ് ഗാലക്സി J2 ബാറ്ററി ഉണ്ടോ ഇരിക്കുന്നത്. സുംസാങ് വണ്ടി മതിയടാ ബോട്ടിന്റെ ഉള്ള പവർ കൂടി തീർക്കല്ലേ ഞാൻ ഇറങ്ങി എടുക്കാട്ടെ. സംഭവം നമ്മളെ ബോട്ട് വർക്കാണ് സമയത്ത് നമ്മുടെ ബാറ്ററി ഇച്ചിരി ശതമാനത്തിൽ ചാർജ് ആവാൻ ചെയ്യും കേട്ടോ. നമ്മുടെ ബോട്ട് മോട്ടർ കറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കറണ്ട് നേരെ ബാറ്ററിയിലോട്ട് പോകും. നീ എന്താ അങ്ങനെ നമ്മുടെ ബോട്ട് അനക്കല്ല എൻ്റെ കൈക്കൊള്ളും. ഇതാണ് നമ്മുടെ ബോട്ട്. അറ്റംപ്റ്റ് നല്ല സെറ്റപ്പായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ സക്സസ് ആയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകാം ചമര. നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് കുറേ ഇടുന്നതായിരിക്കും. അതിന് ഇതുപോലത്തെ വേറെ വീഡിയോന് വേണ്ടി നമ്മുടെ അസുഖം പറഞ്ഞത് അവിടെ ഒരു ജീപ്പിൽ നമ്മളൊരു ആർ സി കാറൊക്കെ ആയിട്ട് എടുക്കാൻ പോകും. നമ്മളൊരു 577 DC മോട്ടറൊക്കെ അല്ലെങ്കിൽ 155 DC മോട്ടറൊക്കെ വെച്ച് സെറ്റപ്പാക്കി എടുക്കും നമ്മൾ. അതിൻ്റെ കൂടി വീഡിയോ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരും. നിങ്ങളതിനെ ഫോളോ ആക്കിയിട്ട് നേരിട്ട് ചോദിച്ചാൽ പറയുന്ന വീഡിയോ ഞങ്ങൾ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസായി പിന്നെ വരാം.